നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ UEFA ചാമ്പ്യൻസ് ലീഗ് ഡ്രോ ഇന്നലെ മൊണാക്കോയിൽ വെച്ച് നടന്നല്ലോ. ഇത്തവണത്തെ UCL ഫോർമാറ്റ് വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിന് പകരം ലീഗ് ഘട്ടമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടീമുകൾക്ക് ആരൊക്കെയാണ് എതിരാളികളായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കുകയാണ്. സിറ്റിയുടെ കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് മറ്റു ടീമുകളെ നമുക്കെടുക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആഴ്സണലിൻ്റെ എതിരാളികളായിട്ട് വരുന്ന 8 ടീമുകൾ ആരൊക്കെയാണ്. അതിൽ 4 കളികൾ ഹോം മത്സരവും 4 കളികൾ എവേ മത്സരവുമായിരിക്കും. ആഴ്സണലിന് PSG കളിയുണ്ട്. അത് ആഴ്സണലിൻ്റെ മൈതാനത്താണ്, ഹോം മത്സരമാണ്. ഇന്റർ മിലാനെതിരെയാണ് മറ്റൊരു മത്സരം, എവേ മത്സരമാണത്. ഷാക്തർ ഡൊണസ്കിനെതിരെ ഹോം മത്സരം, അറ്റ്ലാന്റയ്ക്കെതിരെ എവേ മത്സരം, ഡൈനാമോ സെഗ്രബിനെതിരെ ഹോം മത്സരം, സ്പോർട്ടിംഗ് CPക്കെതിരെ എവേ മത്സരം, മൊണോക്കോക്കെതിരെ ഹോം മത്സരം, ജിറോണയ്ക്കെതിരെ എവേ മത്സരം. ഇതാണ് ആഴ്സണലിൻ്റെ ഇത്തവണത്തെ UCLിലെ ലീഗ് ഘട്ടത്തിലെ എതിരാളികളെങ്കിൽ ലിവർപൂൾ നേരിടുന്നത് റയൽ മാഡ്രിഡിനെതിരെ ഹോം മത്സരം, ലീപ്സിഗിനെതിരെ എവേ മത്സരം, ബയർ ലെവർക്യൂസനെതിരെ കളിയുണ്ട്, അത് ഹോം മത്സരമാണ്. മിലാനെതിരെ എവേ മത്സരം, ലില്ലിക്കെതിരെ ഹോം മത്സരം, PSV ഐന്തോവനെതിരെ എവേ മത്സരം, ബൊളോഞ്ഞയ്ക്കെതിരെ ഹോം മത്സരം, ജിറോണയ്ക്കെതിരെ എവേ മത്സരം. അതാണ് ലിവർപൂളിൻ്റെ എതിരാളികളായിട്ട് വരുന്നത്. ഇനി ആസ്റ്റൺ വില്ലയെ നോക്കാം. ആസ്റ്റൺ വില്ലയുടെ എതിരാളികൾ ബയൺ മ്യൂണിക്കിന് ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള മത്സരം എവേ മത്സരമാണ്. അതായത് ആസ്റ്റൺ വില്ലയ്ക്ക് ഹോം മത്സരമാണ്. RB ലീപ്സിഗ് എവേ മത്സരമാണ്. യുവൻഡസിനെതിരെ ഹോം മത്സരമാണ്. ക്ലബ് ബ്രൂഗയ്ക്കെതിരെ എവേ മത്സരമാണ്. സെൽറ്റിക്കിനെതിരെ ഹോം മത്സരം, യങ് ബോയ്സിനെതിരെ എവേ മത്സരം, ബൊളോഞ്ഞയ്ക്കെതിരെ ഹോം മത്സരം, മൊണോക്കോക്കെതിരെ എവേ മത്സരം. എന്തായാലും ഇത്തവണ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UCLിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.